നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മാങ്കുളം 33-ന് സമീപം ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. മൂന്നാർ പോലീസിന്റെ പിടിയിലായത് കൊല്ലപ്പെട്ട തങ്കച്ചന്റെ മകൻ ബിബിൻ. പിതാവിനെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം പ്രതി തീ വയ്ക്കുകയായിരുന്നുവെന്ന് പോലീസ്. വനപാലകർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ സരുൺ സജി ബോധിപ്പിച്ച പരാതി പിൻവലിച്ചത് ഭയന്നിട്ടാണെന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ മുൻപാകെ ഹാജരായ അഭിഭാഷകർ. കേസ് പിൻവലിച്ചത് സരുൺ സജി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രോസ് വിസ്താരം നടത്തുവാൻ അവസരം നൽകണമെന്ന് കമ്മീഷൻ മുമ്പാകെ അഭിഭാഷകർ ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് ഓംബുഡ്സ്മാൻ ഹിയറിംഗ് നടത്തി. ഹിയറിംഗ് നടന്നത് ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ പ്രസിഡന്റും ഔദ്യോഗിക ജോലിക്കൊപ്പം തൊഴിലുറപ്പ് ജോലി ചെയ്തു എന്ന പരാതിയെ തുടർന്ന്. കാഞ്ചിയാർ പേഴിങ്കണ്ടം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. കഴിഞ്ഞ രാത്രിയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപക കൃഷിനാശം വരുത്തി. 30 വർഷം മുൻപ് നിർമ്മിച്ച ട്രെഞ്ചിന് നാശം സംഭവിച്ചതോടെയാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്ന പ്രദേശവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. മാങ്കുളം 33-ന് സമീപം ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. കൊല്ലപ്പെട്ട തങ്കച്ചന്റെ മകനായ ബിബിനാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത്. പിതാവിനെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം പ്രതി തീ വയ്ക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് തങ്കച്ചനെ വീടിനോട് ചേർന്നുള്ള ഷെഡിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിലാണ് തങ്കച്ചന്റെ മകനായ ബിബിനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിതാവിന്റെ മരണം പുറംലോകം അറിഞ്ഞതോടെ മാങ്കുളത്തു നിന്നും കടന്നുകളയാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതോടെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. തങ്കച്ചനുമായി ഉണ്ടായ വഴക്കും വാക്കുതർക്കവും കൊലപാതകത്തിൽ കലാശിച്ചതായാണ് വിവരം. പ്രതി തങ്കച്ചനെ അടിച്ചു വീഴ്ത്തിയ ശേഷം പ്ലാസ്റ്റിക് ചാക്കുകൾ കൊണ്ട് മൂടി ഡീസൽ ഒഴിച്ച് തീ വയ്ക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആൾതാമസം തീരെ കുറഞ്ഞ പ്രദേശത്തായിരുന്നു തങ്കച്ചൻ മകനോടൊപ്പം താമസിച്ചു വന്നിരുന്നത്. പ്രദേശവാസിയായ ഒരാൾ ഇതുവഴി എത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറംലോകം അറിയുന്നത്. മൂന്നാർ CI രാജൻ കെ അരമനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിരലടയാള വിദഗ്ധരടക്കം സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. വനപാലകർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ സരുൺ സജി ബോധിപ്പിച്ച പരാതി പിൻവലിച്ചത് ഭയന്നിട്ടാണെന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ മുൻപാകെ ഹാജരായ അഭിഭാഷകർ. സരുൺ സജി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സരുൺ സജിയെ ക്രോസ് വിസ്താരം നടത്തുവാൻ അവസരം നൽകണമെന്ന് കമ്മീഷൻ മുമ്പാകെ അഭിഭാഷകർ ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പരാതിക്കാരൻ കേസ് പിൻവലിച്ചതെന്നും അഭിഭാഷകർ പറഞ്ഞു. കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ച് സരുൺ സജിക്കെതിരെ വനപാലകർ രജിസ്റ്റർ ചെയ്ത കേസ് കള്ളക്കേസാണെന്നും ഈ കേസ് പ്രകാരം പരാതിക്കാരനെ കോടതി റിമാൻഡ് ചെയ്തതിൽ ജയിൽവാസം അനുഭവിച്ചതിന്റെ നഷ്ടപരിഹാരമായി 35 ലക്ഷം രൂപ വനപാലകരിൽ നിന്നും ലഭിക്കുന്നതിന് മനുഷ്യാവകാശ കമ്മീഷനിൽ നൽകിയ പരാതിയാണ് മൂന്നാറിൽ വെച്ച് നടന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗിൽ പരാതിക്കാരൻ പിൻവലിച്ചത്. സരുൺ സജി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സരുൺ സജിയെ ക്രോസ് വിസ്താരം നടത്തുവാൻ അവസരം നൽകണമെന്ന് കമ്മീഷൻ മുമ്പാകെ അഭിഭാഷകർ ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പരാതിക്കാരൻ കേസ് പിൻവലിച്ചതെന്നും അഭിഭാഷകർ പറഞ്ഞു. യഥാർത്ഥത്തിൽ സരുൺ സജിയെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു. കുറെ ദിവസങ്ങളോളം സരുൺ സജി റിമാൻഡിൽ കടന്നു. റിമാൻഡിൽ കടന്നതിന്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ സരുൺ സജി പരാതി കൊടുത്തത്. എന്നാൽ റിമാൻഡ് ചെയ്യാൻ കാരണക്കാരനായ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ ഓഫീസറെ ഈ കേസിൽ പരാതിക്കകത്ത് സരുൺ സജി കക്ഷിയാക്കിയിരുന്നില്ല. ഈ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ ഓഫീസറെ ഈ കേസിൽ കക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ ഞങ്ങൾ അപേക്ഷ ബോധിപ്പിച്ചിരുന്നു. അദ്ദേഹത്തെ ഈ കേസിൽ കക്ഷി ചേർക്കേണ്ടത് ആവശ്യമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിരീക്ഷിക്കുകയും അദ്ദേഹത്തെ കക്ഷി ചേർക്കാനുള്ള നടപടികൾ ആരംഭിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ ഈ സരുൺ സജിയെ ക്രോസ് വിസ്താരം നടത്തണമെന്ന് ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ക്രോസ് വിസ്താരം നടത്താൻ വേണ്ടിയുള്ള അനുമതി നൽകാമെന്ന് കമ്മീഷൻ അംഗം കഴിഞ്ഞ സിറ്റിംഗിൽ പറയുകയും ചെയ്തു. ഒരു വനം വകുപ്പിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്നാണ് ഈ നിരപരാധികളായിട്ടുള്ള ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ഇപ്രകാരം ഒരു കള്ളപ്പരാതി കൊടുക്കാൻ വേണ്ടി സരുൺ സജിയെ മുന്നിൽ നിർത്തി വന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവരുടെ കോൾ രജിസ്റ്ററുകൾ സരുൺ സജിയുമായി ബന്ധപ്പെട്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും അതുപോലെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള
കോൾ റെക്കോർഡിംഗ്സും കോൾ രജിസ്റ്ററും പരിശോധിക്കണമെന്ന് ഞങ്ങൾ കമ്മീഷൻ മുമ്പാകെ ആവശ്യപ്പെട്ടു. ഇതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ വസ്തുതകൾ വെളിച്ചത്ത് വരുമെന്ന് മനസ്സിലാക്കി പേടിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ സരുൺ മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ കൊടുത്തിട്ടുള്ള ഈ പരാതി ഏകപക്ഷീയമായി പിൻവലിക്കുവാൻ ഇടയായിട്ടുള്ളത്. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനും ചില തൽപരകക്ഷികളും കൂടിയാണ് സരുൺ സജിയെ ഇപ്രകാരം ഒരു വ്യാജ പരാതി മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുപ്പിച്ചതെന്നാണ് ഇവരുടെ ആരോപണം. സരുൺ സജിയും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും കോൾ ലിസ്റ്റും പരിശോധിക്കണമെന്ന് എതിർകക്ഷികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർ മുഖേന കമ്മീഷനോട് അപേക്ഷിച്ചിരുന്നു. ഇത് പരിശോധിക്കാൻ ഇടയായാൽ സത്യാവസ്ഥ പുറത്തുവരുമെന്ന് ഇവർ ഭയപ്പെടുന്നതുകൊണ്ടാണ് കേസ് പിൻവലിച്ചതെന്നും അഭിഭാഷകർ പറയുന്നു. കൂടാതെ സരുൺ സജിയെ റിമാൻഡ് ചെയ്യുന്നതിന് അപേക്ഷ കൊടുത്ത ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ കക്ഷി ചേർക്കാതെയാണ് സരുൺ സജി പരാതി കൊടുത്തത്. പരാതിക്കാരനെ റിമാൻഡിൽ പാർപ്പിച്ചതിന് നഷ്ടപരിഹാരമായാണ് 35 ലക്ഷം രൂപ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയത്. റിമാൻഡ് ചെയ്യുവാൻ കാരണക്കാരനായ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ ഓഫീസറെ ആവശ്യകക്ഷിയായി പരാതിയിൽ കക്ഷി ചേർക്കണമെന്ന് എതിർകക്ഷികൾ മനുഷ്യാവകാശ കമ്മീഷനോട് അപേക്ഷിച്ചിരുന്നു. ഈ ഉദ്യോഗസ്ഥനെ എതിർകക്ഷി ഭാഗത്ത് ഉൾപ്പെടുത്തുവാൻ മനുഷ്യാവകാശ കമ്മീഷൻ നടപടികൾ ആരംഭിച്ചു വരവെയാണ് സരുൺ സജി പരാതി പിൻവലിച്ചത്. കുറ്റകൃത്യം കണ്ടുപിടിച്ച നിരപരാധികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ പരാതിയാണ് പരാതിക്കാരൻ നൽകിയതെന്നും അഭിഭാഷകർ ആരോപിച്ചു. വനംവകുപ്പ് ഫോറസ്റ്റർ അനിൽകുമാർ, കീഴ് ഉദ്യോഗസ്ഥരായ ലെനിൻ, ജിമ്മി, മോഹനൻ, ജയകുമാർ, സന്തോഷ് എന്നീ എതിർകക്ഷികൾക്ക് വേണ്ടി അഭിഭാഷകരായ ഷൈൻ വർഗീസ്, ഷൈജു സേവിയർ, കെ ദിലീപ് തോമസ് എന്നിവരാണ് മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ ഹാജരായത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് ഓംബുഡ്സ്മാൻ ഹിയറിംഗ് നടത്തി. ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ പ്രസിഡന്റും ഔദ്യോഗിക ജോലിക്കൊപ്പം തൊഴിലുറപ്പ് ജോലി ചെയ്തു എന്ന പരാതിയെ തുടർന്നാണ് ഹിയറിംഗ് നടന്നത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ ഏഞ്ചൽ ആക്ടിവിറ്റി ഗ്രൂപ്പിന്റെ 2,67,132 രൂപ തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ജില്ലാ വിജിലൻസ് കമ്മിറ്റിയുടെ ഉത്തരവ് പാലിക്കപ്പെട്ടിട്ടില്ലെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി നന്ദകുമാറും ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസണും ഔദ്യോഗിക ജോലിക്കിടെ തൊഴിലുറപ്പിൽ പങ്കെടുക്കുകയും ചെയ്തുവെന്ന പരാതിയെ തുടർന്നാണ് ഓംബുഡ്സ്മാൻ രാജൻ ബാബുവിന്റെ നേതൃത്വത്തിൽ ഹിയറിംഗ് നടന്നത്. തങ്ങൾക്ക് പറയാനുള്ളത് പരാതിയായി എഴുതി നൽകിയിട്ടുണ്ടെന്നും വലിയ രീതിയിലുള്ള അഴിമതിയാണ് പഞ്ചായത്തിൽ നടന്നതെന്നും പരാതിക്കാരനായ OS ബിനു പറഞ്ഞു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടായിട്ടില്ല. അന്വേഷണങ്ങളെ അട്ടിമറിക്കാനുള്ള സമീപനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉള്ളതെന്നും OS ബിനു വ്യക്തമാക്കി. ഈ 3 മുൻ പ്രസിഡന്റുമാരും തൊഴിലുറപ്പിൽ അധികമായി പണി ചെയ്യുകയും അതിന്റെ പൈസ തിരിച്ചടച്ചു എന്ന് അവർ തന്നെ സമ്മതിച്ചു. അവർ സമ്മതിച്ച സ്ഥിതിക്ക് അവരെ പൈസ തിരിച്ചടച്ചതിന് സമ്മതിച്ച സ്ഥിതിക്ക് അവർ അഴിമതി കാണിച്ചെന്നുള്ള വ്യക്തമായി തെളിഞ്ഞിരിക്കണം. നാടിന് മാതൃകയാകേണ്ട ജനപ്രതിനിധികൾ ഇത്തരത്തിൽ അഴിമതിക്കാരായി മാറിയ നാട് തന്നെ അഴിമതിക്കാരാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ ചെറിയ പൈസ അടിച്ചു മാറ്റുന്നു എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള അഴിമതിയാണ് പഞ്ചായത്ത് നടന്നത്. അപ്പോൾ തന്നെ മുമ്പത്തെ സിറ്റിസൺ ബോർഡുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം ഇവിടെ നടന്നിട്ടില്ല. സമഗ്രമായ അന്വേഷണം നടക്കാത്തതിന് കൊണ്ട് തന്നെ ഈ അന്വേഷണങ്ങളെയൊക്കെ മുക്കിവെക്കുകയും ഹൈക്കോടതിയിൽ ചില ആളുകൾ കേസിന് പോകാൻ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ അനാസ്ഥത മാറണം, ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഈ അഴിമതിക്ക് കൂട്ടുന്നുള്ള പഞ്ചായത്ത് ഭരണസമിതി തന്നെ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏഞ്ചൽ ആക്ടിവിറ്റി ഗ്രൂപ്പിന്റെ സെക്രട്ടറി ബീന സിന്തോൾ, പരാതിക്കാരനായ OS ബിനു, സജിൻ കെ നായർ തുടങ്ങിയവരും ഹിയറിംഗിൽ പങ്കെടുത്തു. ഇരുഭാഗങ്ങളുടെയും വാദങ്ങൾ വിശദമായി കേൾക്കുകയും ആവശ്യമായ രേഖകൾ പരിശോധിച്ച ശേഷം കർശന നടപടി സ്വീകരിക്കുമെന്നും ഓംബുഡ്സ്മാൻ രാജൻ ബാബു പറഞ്ഞു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ ഏഞ്ചൽ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ നിന്നും 2,67,132 രൂപ തിരിച്ചുപിടിക്കണമെന്ന് ജില്ലാ വിജിലൻസ് കമ്മിറ്റിയുടെ നിർദ്ദേശം ഉത്തരവ് ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല എന്നും ഇപ്പോഴത്തെ പ്രസിഡന്റും മുൻ പ്രസിഡന്റും തൊഴിലുറപ്പ് ഔദ്യോഗിക ജോലി ചെയ്ത ദിവസം തന്നെ തൊഴിലുറപ്പിൽ ജോലി ചെയ്തു എന്നുമുള്ള 2 പരാതികളാണ് ശ്രീ OS ബിനു ഇവിടെ നമുക്ക് നൽകിയത്. ഈ പരാതികളിന്മേൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെയ്മോൾ ജോൺസൺ, മുൻ പ്രസിഡന്റ് ശ്രീമതി മിനി നന്ദകുമാർ, ഏഞ്ചൽ ഗ്രൂപ്പ് സെക്രട്ടറി ബീന സിന്തോൾ, പരാതിക്കാരി ശ്രീ OS ബിനു എന്നിവരിൽ നിന്ന് വിശദമായ തെളിവെടുപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഓഫീസിലെ റെക്കോർഡുകളുമായി പരിശോധിച്ച് ഇതിന്മേൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തി സംബന്ധിച്ച തീരുമാനം. ഇതോടൊപ്പം തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് മറ്റു പരാതികളും ലഭിച്ചിട്ടുണ്ടെന്നും ഇത് പരിശോധിച്ചു വരികയാണെന്നും ഓംബുഡ്സ്മാൻ അറിയിച്ചു.
കാഞ്ചിയാർ പേഴുങ്കണ്ടം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. കഴിഞ്ഞ രാത്രിയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപക കൃഷിനാശം വരുത്തി. 30 വർഷം മുമ്പ് നിർമ്മിച്ച ട്രെഞ്ചിന് നാശം സംഭവിച്ചതോടെയാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കാഞ്ചിയാർ പേഴുങ്കണ്ടം പുതിയ പാലം കുട്ടിമുപ്പൻ കവലയിലാണ് കാട്ടാന നാശം വിതച്ചത്. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ അഞ്ചുരുളിയിൽ നിന്നുമാണ് കാട്ടാനകൾ ഇവിടേക്ക് എത്തുന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തും വനപ്രദേശവുമായി അതിർത്തി പങ്കിടുന്ന വിവിധ മേഖലകളിൽ കഴിഞ്ഞ കുറച്ചുനാളുകളിൽ കാട്ടാന ശല്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും പുതിയ പാലം മേഖലയിൽ ആദ്യമായിട്ടാണ് കാട്ടാന നാശനഷ്ടം വരുത്തുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തിയിരുന്നുവെങ്കിലും കാര്യമായ നാശനഷ്ടം വരുത്തിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലെത്തിയ ആന ഏലം, വാഴ, തെങ്ങ്, ജാതി തുടങ്ങിയ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചതായി നാട്ടുകാർ പറയുന്നു. അപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ ഇതിനു മുൻപ് അറിയിച്ചിരുന്നു. അപ്പം നമ്മുടെ ഔട്ട്സൈഡിൽ കൂടെ ഉള്ള ഒരു കിടങ്ങ് അത് നികന്ന് കിടക്കുകയാണ്, ബോർഡറിൽ കൂടെ ഉള്ളത്. അപ്പോൾ അത് പുനർനിർമ്മിച്ച് തരാൻ വേണ്ടി നിലവിൽ ഇപ്പോൾ ഫണ്ടില്ല. നിങ്ങളെ ആവുന്ന ഫണ്ട് എടുത്തുകൊണ്ട് കഴിയുമെങ്കിൽ നാട്ടുകാർ കൂടി അത് ചെയ്യുക. ഫണ്ട് വരുന്ന മുറയ്ക്ക് അത് കുറച്ച് പൈസ തരാം എന്നവർ സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗത്ത് അവിടെ അങ്ങ് കാവടിക്കാവിലേക്ക് കുറച്ച് ഇപ്പം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അടിയന്തരമായിട്ട് ചെയ്യാനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അങ്ങനെ ഞങ്ങളും ആവുന്ന സഹായങ്ങളെല്ലാം പൊതുജനങ്ങൾ സഹകരിക്കാം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എടുത്തു പറയേണ്ടത് ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ട നടപടി സത്വരമായിട്ട് സ്വീകരിക്കണം എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. മുഹമ്മദ് അലി കോപ്പാറ, ചിമ്പനാനിക്കൽ ജെയിംസ്, മനോജ് വടക്കൻപറമ്പിൽ, സുകുമാരൻ ചെമ്പൻകുളം, മൂഴിയിൽ പാപ്പച്ചൻ, തെരുവിക്കൽ ചാക്കോ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് ആന നാശം വിതച്ചത്. 30 വർഷങ്ങൾക്ക് മുൻപ് ജനവാസ മേഖലയും വനപ്രദേശവും അതിർത്തി പങ്കിടുന്നിടത്ത് ട്രഞ്ച് നിർമ്മിച്ചിരുന്നെങ്കിലും കാലക്രമേണ ഇവ നശിക്കുകയും ആഴം കുറയുകയും ചെയ്തു. ഇതോടെയാണ് വനപ്രദേശങ്ങളിൽ നിന്നും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് പ്രതിയുടെ ആത്മഹത്യാശ്രമം. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനാണ് കൈമുറിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പരിക്കേറ്റ ഇയാളെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനാണ് കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വീട്ടിൽ ലൈംഗിക ചൂഷണത്തിനിരയായിരുന്നെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 1 വർഷം മുമ്പ് കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തിരുന്നു. പിന്നീട് അമ്മയുടെ ആവശ്യപ്രകാരം വീട്ടിലേക്ക് മടങ്ങിയ കുട്ടി വീണ്ടും മാനസിക പ്രശ്നങ്ങൾ കാട്ടിയതോടെ നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. തുടർന്ന് മാതാവ് CWCയിൽ പരാതി നൽകി. ഇവരുടെ നിർദ്ദേശപ്രകാരം കേസെടുത്ത പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്കിടെ നെഞ്ചുവേദനയുണ്ടായ പ്രതിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിനിടെയായിരുന്നു ആത്മഹത്യാ ശ്രമം നടത്തിയത്. പ്രതിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. അയർലൻഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്രാന്തിയുടെ നേതൃത്വത്തിൽ ഇരട്ടിയാർ നാലുമുക്കിൽ നിർമ്മിച്ച കരുതലിൻ കൂടെന്ന സ്വപ്ന വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. CPM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി താക്കോൽ കൈമാറി. അയർലൻഡിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സാംസ്കാരിക സംഘടനയായ ക്രാന്തിയുടെ നേതൃത്വത്തിലാണ് കരുതലിൻ കൂട് എന്ന പേരിൽ നാലുമുക്ക് കണ്ണമംഗലത്ത് ടോമി വത്സമ്മ ദമ്പതികൾക്കായി വീട് നിർമ്മിച്ചു നൽകിയത്. നാട്ടുകാരുടെ സഹകരണത്തോടെ വാങ്ങി നൽകിയ 5 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച വീടിന്റെ തറക്കല്ലിടൽ കർമ്മം കഴിഞ്ഞ ജനുവരി 6-ന് M. M. മണി MLA ആണ് നിർവഹിച്ചത്. 2 ബെഡ്റൂം, ഹാൾ, അടുക്കള, ബാത്റൂം, സിറ്റൌട്ട് ഉൾപ്പെടുന്ന വീട് 11 ലക്ഷം രൂപ മുടക്കിയാണ് ക്രാന്തി നിർമ്മിച്ചത്. CPM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി വീടിന്റെ താക്കോൽ കൈമാറി. ഈ നാടിന്റെ ഒരു നോട്ടം വേണം ഈ വീട്ടിലെ കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ, അതുപോലെ ഈ പ്രദേശത്തെ ആളുകളോട് വീട്ടിലുള്ളവരും അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് അറിയിക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ പ്രശ്നത്തിനും ആഗ്രഹിക്കുന്ന പോലെ പരിഹാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ പോലും ഈ നാടിന് ഈ വീടിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നതുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതുപോലുള്ള സംരംഭങ്ങൾ നമുക്ക് ഇനിയും ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷണം കൊടുത്ത് സഹായം കൊടുത്ത് കരുതലായി നിൽക്കണം, സഹായമായിട്ട് നിൽക്കണം. അങ്ങനെ മാത്രമേ നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ വളരെ മാതൃകാപരമായി ക്രാന്തി ഏറ്റെടുത്ത ഈ പ്രവർത്തനം
ഒപ്പം ഈ നാട് ക്രാന്തിക്കൊപ്പം നിന്നു. സമയബന്ധിതമായി 6 മാസം എന്ന് പറഞ്ഞത് 5 മാസവും 6 ദിവസവും കൊണ്ട് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അതിന് ക്രാന്തിക്ക് അഭിനന്ദനം നൽകേണ്ട പോലെ തന്നെ വിൻസെന്റിനും അഭിനന്ദനം നൽകണം, ഈ നാട്ടുകാർക്ക് അഭിനന്ദനം നൽകണം. കേരളത്തിൽ വീടുകൾ ഉൾപ്പെടെ നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്രാന്തി സംഘടന അയർലൻഡിൽ ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെയുള്ള വിവിധ മാർഗങ്ങളിലൂടെയാണ് വീടിനായി പണം സമാഹരിച്ചത്. താക്കോൽ കൈമാറ്റ ചടങ്ങിൽ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി അധ്യക്ഷയായിരുന്നു. നസ്രത്ത് വാലി ഇടവക വികാരി ഫാദർ ജോസഫ് കൊള്ളിക്കുളവിൽ, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ലാലച്ചൻ വെള്ളക്കട, ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആനന്ദ് വിളയിൽ, സോണിയ മാത്യു, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ റോമിയോ സെബാസ്റ്റ്യൻ, KS മോഹനൻ, കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, ടോമി ജോർജ്, MC ബിജു, KP സുമോദ്, PV ഷാജി, ക്രാന്തി അയർലൻഡ് സെക്രട്ടറി AK ഷിനിത്, സെൻട്രൽ കമ്മിറ്റി അംഗം രതീഷ് സുരേഷ്, ലോക കേരള സഭ അയർലൻഡ് പ്രതിനിധി ഷാജു ജോസ്, റജി വെട്ടുവേലിൽ, ഷിബു വെട്ടുവേലി എന്നിവർ സംസാരിച്ചു. കട്ടപ്പന വെള്ളിയാങ്കുടിയിൽ KSRTC ബസ്സും മിനി ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. കോതമംഗലം സ്വദേശി അജാസിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പനയിൽ നിന്നും തൊടുപുഴയിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സും ചെറുതോണി ഭാഗത്തു നിന്ന് വന്ന മിനി ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. വെള്ളയാങ്കുടി സരസ്വതി സ്കൂളിന് മുന്നിലെ ഇറക്കത്തിലുള്ള വളവിലായിരുന്നു അപകടം. കട്ടക്കളത്തിന് മുന്നിലായി പിക്കപ്പ് ജീപ്പ് നിർത്തിയിട്ടിരുന്നു. ഈ വാഹനത്തെ മറികടക്കുന്നതിനിടെ ബസ്സിലേക്ക് മിനി ലോറി ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. KSRTC ഇടി നടന്ന സ്ഥലത്ത്, സംഭവ സ്ഥലത്ത് തന്നെ KSRTC നിർത്തിയിട്ടത്. ആ വണ്ടി 15 മീറ്റർ അപ്പുറം ചവിട്ടിയില്ല. നേർക്ക് നേരെ വന്ന അതേ സ്പീഡിൽ വന്നിരിക്കുകയായിരുന്നു. ഇറക്കം വന്നു. പുള്ളി അത് ഉറങ്ങിപ്പോയതായിരിക്കാം, ശ്രദ്ധ മാറിപ്പോയായിരിക്കാം. പക്ഷേ പുള്ളിക്ക് ആ വണ്ടി കണ്ട് ചവിട്ടാനുള്ള സമയം വന്നായിരുന്നു. പക്ഷേ പുള്ളി ചവിട്ടിയില്ല, ആ വണ്ടി വന്ന അതേ സ്പീഡിൽ തന്നെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മിനി ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കട്ടക്കളത്തിലെ ജീവനക്കാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. സംഭവത്തെ തുടർന്ന് കട്ടപ്പന ചെറുതോണി റോഡിൽ അരമണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ മറ്റാർക്കും പരിക്കില്ല. സമീപ പ്രദേശങ്ങളിൽ ഒരാഴ്ചക്കിടെ നടക്കുന്ന 3ാമത്തെ അപകടമാണിത്. നെടുങ്കണ്ടത്ത് സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. താന്നിമൂടിന് സമീപമാണ് അപകടം നടന്നത്. കുമളിയിൽ നിന്ന് നെടുങ്കണ്ടത്തേക്ക് വരികയായിരുന്ന ബസ്സും തൂക്കുപാലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. നെടുങ്കണ്ടത്ത് നിന്നും കുമളിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും തൂക്കുപാലത്ത് നിന്ന് നെടുങ്കണ്ടത്തേക്ക് വരികയായിരുന്ന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. താന്നിമൂടിന് സമീപം കൊടുംവളവിൽ വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവർ നെടുങ്കണ്ടത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. അപകടത്തിൽ 2 ബസ്സുകളുടെയും മുൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരിൽ ആരുടെയും നില ഗുരുതരമല്ല. നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പീരുമേട് താലൂക്കിലെ ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങളുടെ നവീകരണം സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിക്കും നൽകിയ നിവേദനത്തിൽ മറുപടി ലഭിച്ചതായി അന്താരാഷ്ട്ര സമാധാന സംഘടന അംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ KB ഗണേഷ് കുമാറുമായി ആശയവിനിമയം നടത്തിയതിലൂടെയാണ് എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായുള്ള മറുപടി ലഭിച്ചിരിക്കുന്നത്. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലെ എസ്റ്റേറ്റ് ലയങ്ങളിൽ കഴിയുന്ന തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ്. പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്ന എസ്റ്റേറ്റ് ലയങ്ങളാണ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്നതും ചോർന്നൊലിക്കുന്നതുമായ അവസ്ഥയിലുള്ളത്. വാഗമൺ കോട്ടമരയിലെ ഒരു ലയത്തിന്റെ ഭിത്തി ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീണിരുന്നു. ഇവിടെ താമസിച്ചിരുന്ന തൊഴിലാളി കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റിലെ ഒരു ലയത്തിന്റെ ഭാഗവും ഇടിഞ്ഞു വീണു. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ മന്ത്രി KB ഗണേഷ് കുമാറിനും അന്താരാഷ്ട്ര സമാധാന സംഘടന അംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നിവേദനം സമർപ്പിച്ചത്. പീരുമേട് താലൂക്കിലെ ഇടിഞ്ഞു വീഴാറായ ലയങ്ങളെല്ലാം നവീകരിക്കുന്നതിന് വേണ്ടി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകുന്ന മുറയ്ക്ക് എത്രയും വേഗം ലയങ്ങളെല്ലാം നവീകരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എസ്റ്റേറ്റ് ലയങ്ങളിലെല്ലാം നവീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്ലാന്റേഷൻ ഡയറക്ടർക്കും നൽകിയ നിവേദനത്തിന് തുടർന്നാണ് എനിക്ക് ലഭിച്ച മറുപടിയിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്.
കാലവർഷം എത്തിയിട്ടും ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങൾ നവീകരിക്കുവാനുള്ള സർക്കാർ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. മുൻപ് ബജറ്റിൽ അനുവദിച്ച 20 കോടി രൂപ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ ചോർന്നൊലിക്കുന്ന ലയങ്ങളിൽ അപകട ഭീഷണിയിലാണ് തൊഴിലാളികൾ ഓരോ ദിവസവും കഴിയുന്നത്. ഇനിയൊരു കാലവർഷം കൂടി അതിജീവിക്കാനുള്ള ശേഷി ഈ എസ്റ്റേറ്റ് ലയങ്ങൾക്കുണ്ടോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയുടെ നിവേദനത്തിന് സ്പെഷ്യൽ പ്ലാന്റേഷൻ ഓഫീസറുടെ മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. വിഷയത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പറഞ്ഞു. കട്ടപ്പന നഗരസഭയുടെ മാംസവ്യാപാരശാലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് പൂർണ്ണ പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൊഴിലാളികൾക്ക് കൂലി വർദ്ധിപ്പിച്ചു നൽകിയത് യൂണിയനുകളുമായി ചർച്ച ചെയ്തില്ലെന്ന് ആരോപിച്ച് ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കുകയും വ്യാപാരശാലയും സ്ലോട്ടർ ഹൗസും അടഞ്ഞുകിടക്കുകയും ചെയ്തു. വ്യാപാരശാല അടഞ്ഞുകിടുന്നത് മൂലം പൊതുജനങ്ങളും ഹോട്ടൽ കേറ്ററിംഗ് ഉടമകളും വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിച്ചത്. നഗരസഭയുടെ സ്ലോട്ടർ ഹൗസിലെയും വ്യാപാരശാലയിലെയും തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട യൂണിയനുമായി ചർച്ചകൾ നടത്തിയില്ലെന്നാരോപിച്ചാണ് ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കിയത്. ഇതോടെ സ്ലോട്ടർ ഹൗസിന്റെ പ്രവർത്തനം നിലച്ചു. ഒപ്പം മാംസവ്യാപാരശാലയും അടഞ്ഞുകിടന്നു. മുന്നറിയിപ്പില്ലാതെ മാംസവ്യാപാരശാല അടഞ്ഞുകിടുന്നത് മാംസം വാങ്ങുവാനെത്തിയ പൊതുജനങ്ങളെക്കാൾ ഹോട്ടൽ കേറ്ററിംഗ് ഉടമകളെയാണ് പ്രതിസന്ധിയിലാക്കിയത്. മാംസവ്യാപാരശാലയ്ക്ക് മേലുണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് പൂർണ്ണമായ പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ തൊഴിലാളികൾക്ക് കൂലി കൂടുതൽ ചോദിച്ചു. അത് ലേലത്തിൽ പിടിച്ചവർ 100 രൂപ കൂട്ടിക്കൊടുത്തു. അത് യൂണിയനുമായിട്ട് ആലോചിക്കാതെ കൊടുത്തതുകൊണ്ട് യൂണിയൻകാരിടപെട്ട് അടപ്പിക്കുകയും BMSന്റെ തൊഴിലാളികൾ പണിയാൻ തയ്യാറാണെന്നാണ് അറിഞ്ഞത്. എന്നാൽ C20 ആൾക്കാർ പണിയാൻ തയ്യാറല്ലെന്നും അതിന് ഒരു തീരുമാനമുണ്ടായി യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ മാംസ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കാൻ അവർ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ഇപ്പം ഏതായാലും അടച്ചിട്ടിരിക്കുക. ഈ മാംസ മാർക്കറ്റ് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് അടപ്പിച്ചിടുന്നതുകൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങളെക്കാൾ ഉപരി നമ്മുടെ ഹോട്ടലുകൾ, കേറ്ററിംഗ് സ്ഥാപനങ്ങൾ ഇതൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്. കാരണം ഇപ്പോൾ ഈ കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് രാവിലെ മാംസം വാങ്ങേണ്ട ആൾക്കാർക്ക് വരുമ്പോൾ മാംസ മാർക്കറ്റ് അടഞ്ഞു കിടന്നാൽ അവർ അതിന് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും? കാരണം ഇത് കട്ടപ്പന മുനിസിപ്പാലിറ്റി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. യൂണിയനുകളുമായി ഉണ്ടായ പ്രശ്നം പരിഹരിച്ചു വരികയാണെന്നാണ് വ്യാപാരശാല ലേലത്തിനെടുത്തവർ വ്യക്തമാക്കുന്നത്. അതേസമയം അടുത്ത ദിവസം വ്യാപാരശാല തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് നഗരസഭാ സെക്രട്ടറി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായി നടന്നുവരുന്ന നിർമ്മാണ ജോലികളിൽ ആക്ഷേപം ഉന്നയിച്ച് കോൺഗ്രസ് ഇരുമ്പുപാലം മണ്ഡലം കമ്മിറ്റി. നിലവിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്നാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ ആരോപണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധന നടത്തണമെന്ന ആവശ്യവും കോൺഗ്രസ് ഇരുമ്പുപാലം മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ മുമ്പോട്ട് വച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായി നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ്. ഓടകളുടെ നിർമ്മാണവും സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണവുമാണ് നിലവിൽ നടന്നുവരുന്നത്. ഈ നിർമ്മാണ ജോലികളിലാണ് കോൺഗ്രസ് ഇരുമ്പുപാലം മണ്ഡലം കമ്മിറ്റി ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. നിലവിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 100 അടി വീതിയിൽ സ്ഥലമേറ്റെടുത്ത് ഹൈവേ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് തടസ്സമില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ട് പോലും ഈ വഴിയുടെ കഠിനമായ വളവുകൾ നിർത്തുകയോ വേണ്ടത്ര വീതിയെടുക്കുകയോ ചെയ്യാതെ വാഹനങ്ങൾക്ക് യാത്രാക്ലേശം, യാത്രാ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, അപകടങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ കട്ടിംഗ് സൈഡിൽ വൻ മതിലുകൾ തീർത്തുകൊണ്ട് അവിടെ ഒരു നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നത്. ഇതിൽ വൻ അഴിമതിയുണ്ട്, വൻ ക്രമക്കേടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, റോഡിന് 100 അടി വീതി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യത്തിനുള്ള വീതി എടുത്ത് മണ്ണ് മാറ്റുകയാണെങ്കിൽ ആ വഴിക്ക് ഭാവിയിൽ വേണ്ടത്ര നിർമ്മാണ പ്രവൃത്തികൾ തുടർന്ന് ചെയ്യുന്നതിനും റോഡിൻ്റെ വീതി കൂട്ടുന്നതിനും അവിടെ ബാക്കിയുള്ള സ്ഥലത്ത് ആ സ്ഥലം ഉടമസ്ഥർക്ക് ജീവിതത്തിന് ആവശ്യമായ വീടുകൾ വയ്ക്കുന്നതിനോ വ്യവസായാടിസ്ഥാനത്തിൽ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനോ സാധിക്കുമെന്നാൽ പിൽക്കാലത്ത് യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും സാധാരണ കർഷകന് ചെയ്യുവാൻ പറ്റാത്ത വണ്ണം അവൻ്റെ ഭൂമിയോട് ചേർന്ന് ഉള്ള വൻ മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ അഴിമതി നടത്തുന്നത് തീർത്തും തെറ്റാണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ ജോലികൾ വേണ്ടവിധം റോഡ് വികസനത്തിന് ഉതകുന്നതല്ലെന്ന ആക്ഷേപം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം മുമ്പോട്ട് വയ്ക്കുന്നു. പാതയോരത്ത് താമസക്കാരായ കുടുംബങ്ങൾക്കും വ്യാപാരികൾക്കും ഇപ്പോഴത്തെ നിർമ്മാണ ജോലികൾ പ്രായോഗിക ബുദ്ധിമുട്ടും ആശങ്കയും ജനിപ്പിക്കുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധന നടത്തണമെന്ന ആവശ്യവും ഇവർ മുമ്പോട്ട് വച്ചു. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ഇരുമ്പുപാലം മണ്ഡലം പ്രസിഡന്റ് ബേബി അഞ്ചേരി, PA സജി, MA അൻസാരി, KP ബേബി, KK സുലൈമാൻ എന്നിവർ പങ്കെടുത്തു.
കട്ടപ്പന നഗരസഭയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നു. പോലീസ്, PWD, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗം ചേർന്നത്. സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ റോഡുകളിൽ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നഗരസഭയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നത്. നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട വിവിധ സ്കൂൾ പരിസരങ്ങളിലെ പ്രധാന റോഡുകളിൽ സീബ്ര ലൈനുകളുടെ അഭാവം പരിഹരിക്കുക, വിദ്യാർത്ഥികൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുക, പാതയോരങ്ങളിലെ തകർന്ന ഫുട്പാത്തുകൾ നവീകരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ കമ്മിറ്റിയിൽ ചർച്ചയായി. ഇതുമായി ബന്ധപ്പെട്ട് PWD, ഹൈവേ അതോറിറ്റി പ്രതിനിധികളെ വിഷയം ധരിപ്പിച്ചു. ഒപ്പം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിനുള്ളിലൂടെയുള്ള സ്വകാര്യ വാഹനങ്ങളുടെ യാത്രയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും തീരുമാനമായി. ട്രാഫിക് കമ്മിറ്റി കൂടുകയുണ്ടായി. അപ്പം അതിനകത്ത് ചർച്ചയിലുണ്ടായത് ആദ്യമായിട്ട് വന്നത് സീബ്ര ലൈൻ വരയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. രണ്ടാമതായിട്ട് വന്നത് പുതിയ ബസ് സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ അതുപോലെ മറ്റുള്ള വണ്ടികൾ കയറി അനധികൃതമായിട്ട് പാർക്കിംഗ് ഉണ്ടാകുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു തീരുമാനമുണ്ടായി. അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ ഭാഗത്തുള്ള സീബ്ര ലൈനുകളും അതുപോലെ ഫുട്പാത്തുകളും എല്ലാം പോയി കിടപ്പുണ്ട്. അത് ചെയ്യുന്നതിനെക്കുറിച്ച് തീരുമാനം ഉണ്ടാകുകയാണ് ഇന്നിവിടെ ചെയ്തത്. അതുപോലെ എല്ലാം നടത്താം എന്നുള്ള എത്രയും വേഗത്തിൽ നടത്തുമെന്നുള്ള തീരുമാനത്തോടെയാണ് മീറ്റിംഗ് അവസാനിച്ചിരിക്കുന്നത്. നഗരസഭ, പോലീസ്, PWD, ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗം ചേർന്നത്. നഗരസഭാ സെക്രട്ടറി M. മണികണ്ഠൻ, ട്രാഫിക് SI MR രാജീവ്, PWD സീനിയർ ക്ലർക്ക് VJ ലിജോ, ഓട്ടോറിക്ഷ പ്രതിനിധി ബേബി വർക്കി എന്നിവർ പങ്കെടുത്തു. തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള സഹ്യ തേയില ഫാക്ടറി മുൻ വിദ്യാഭ്യാസ മന്ത്രിയും CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായ MA ബേബി സന്ദർശിച്ചു. ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ അദ്ദേഹം പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തി. തങ്കമണി സഹകരണ ബാങ്ക് ചെറുകിട കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് അമ്പലമേട്ടിൽ സ്ഥാപിച്ചതാണ് സഹ്യ തേയില ഫാക്ടറി. ഒരു സഹകരണ സ്ഥാപനം ഉൽപാദന രംഗത്ത് എങ്ങനെ ഇടപെടുന്നു എന്നതിന് മാതൃകയാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് എന്നും നിക്ഷേപം സ്വീകരിക്കുക, വായ്പ കൊടുക്കുക എന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ലാതെ ചെറുകിട തേയില കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് തേയില ഫാക്ടറി ആരംഭിച്ച ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുന്നതായും CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ തേയില ഉൽപാദന ഫാക്ടറി നാടിൻ്റെ അഭിമാനമായി വളരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സഹകരണ മേഖലയ്ക്ക് ഉൽപാദന മേഖലയിൽ വലിയ തോതിൽ ഇടപെടാൻ കഴിയും എന്നത് നമ്മൾ കേരളീയ സമൂഹം ഇനിയും വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വായ്പ കൊടുക്കാനും പണയം വെച്ച് സാമ്പത്തിക സഹായം ചെയ്യാനും കാർഷിക മേഖലയിൽ ചെറിയ തോതിലുള്ള ചില സഹായ പദ്ധതികൾ നടപ്പാക്കാനുമൊക്കെയാണ് സഹകരണ മേഖല കൂടുതലും താല്പര്യമെടുത്തു വരുന്നത്. അതെല്ലാം ആവശ്യം തന്നെ. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ വ്യാവസായിക ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള വ്യാവസായിക സംരംഭങ്ങൾ ആവശ്യമുണ്ട്. സഹകരണ മേഖലയിൽ റബ്കോ പോലെ ചില ശ്രദ്ധേയമായ ഇടപെടലുകൾ ഈ രംഗത്തുണ്ട്. ഇടുക്കിയിലെ തങ്കമണിയിൽ കുറേ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ സഹകരണാടിസ്ഥാനത്തിലുള്ള തേയില ഫാക്ടറി. എന്നാൽ അതിന് ചില ഈ നാടിനറിയാവുന്ന കാരണങ്ങളാൽ ചില സന്ദർഭങ്ങളിൽ ഈ സഹകരണ സ്ഥാപനം വേണ്ട പോലെ അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ ചുമതലപ്പെട്ടവർ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടുകൂടി ഇതിൻ്റെ പ്രവർത്തനം പലതരത്തിലും പ്രതിസന്ധികളെ നേരിട്ടതാണ്. എന്നാൽ ഇപ്പോൾ ഈ സഹകരണ സ്ഥാപനത്തിൻ്റെ നേതൃത്വം ഇതിനെ വളരെ നാടിന് ഗുണപ്രദമായ ഒരു വലിയ സംരംഭമാക്കി മാറ്റാനുള്ള ഭഗീരഥ പ്രയത്നത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഹകരണ മേഖല പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന് തന്നെ മാതൃകയാണ്. ഇനിയും ഇതുപോലുള്ള കർഷകർക്ക് ഉപകാരപ്രദമായിട്ടുള്ള സംരംഭങ്ങൾ ബാങ്ക് മുൻകൈയെടുത്ത് നടത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ബാങ്കിന്റെ ഉൽപ്പന്നമായ സഹ്യ ടീ കേരളത്തിൽ മാത്രമല്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഫാക്ടറിയിലെ തൊഴിലാളികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തങ്കമണി സഹകരണ ബാങ്ക് പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NR അജയൻ, റെനി റോയി, VN പ്രഹ്ലാദൻ, സഹ്യ FPO ചെയർമാൻ MV ജോർജ്, KJ ഷൈൻ, അനീഷ് AK, മോളിക്കുട്ടി ജെയിംസ്, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ CM തങ്കച്ചൻ, സൈബി തോമസ്, സെക്രട്ടറി സുനീഷ് K സോമൻ, ഫാക്ടറി ജീവനക്കാർ എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചു.
പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. LDFന്റെ പഞ്ചായത്ത് ഭരണം ദയനീയ പരാജയമാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം മുരടിച്ചു. എല്ലാ പദ്ധതികളും കമ്മീഷൻ വ്യവസ്ഥയിലാണ് നടപ്പിലാക്കുന്നത്. കുടിവെള്ള വിതരണത്തിൽ വലിയ അഴിമതി നടന്നു. പദ്ധതി നിർവഹണത്തിൽ ഈ ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണ്. കാഞ്ഞിരത്തുമൂട് ആദിയാർപുരം മുണ്ടീർമ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പാറപൊട്ടിക്കലിൽ LDF ഭരണസമിതി വൻ അഴിമതി നടത്തി. പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത മൂലം തൊഴിലുറപ്പ് പദ്ധതിയിൽ 1,60,00,000 രൂപ നഷ്ടപ്പെട്ടു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ടിട്ടും ഒരു കുടിവെള്ള പദ്ധതി പോലും പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ ഗുണഭോക്തൃ വിഹിതം നൽകാത്തത് മൂലം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളതെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. വളരെ ചെറിയൊരു വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി നിങ്ങളുടെ കയ്യിലേക്ക് വന്നത്. എന്നാൽ ജനോപകാരപ്രദമായിട്ടുള്ള അത്തരത്തിലുള്ള പദ്ധതികളും പൊതുവായി പഞ്ചായത്ത് ഭരണസമിതികൾ നടപ്പിലാക്കുന്നതായിട്ടുള്ള പദ്ധതികളും ഒരു ഗ്രാമസഭ വിളിച്ചുകൂട്ടിയ ഗ്രാമസഭയിൽ വിഭാവനം ചെയ്യുന്നതായിട്ടുള്ള പദ്ധതികളുമൊക്കെയാണ് എപ്പോഴും പഞ്ചായത്ത് ഭരണസമിതികൾ നടപ്പിലാക്കുന്നതെങ്കിൽ ഇവിടെ ഇതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അഴിമതിയും കെടുകാര്യസ്ഥതയും അതേപോലെ തന്നെ 10 കാശ് എങ്ങനെ കയ്യിൽ തടയും എന്നതിന് മാത്രം പദ്ധതികൾ ഉണ്ടാക്കുന്ന പരമദയനീയമായിട്ടുള്ള പ്രവർത്തനക്ഷമതയാണ് ഇവിടെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ കാണിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷാജി വട്ടോത്ത് അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ, ജനറൽ സെക്രട്ടറി G മുരളീധരൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CS യശോധരൻ, വൈസ് പ്രസിഡന്റുമാരായ ടോമി ജോസഫ്, ഗോപാലകൃഷ്ണൻ നിലയ്ക്കൽ എന്നിവർ സംസാരിച്ചു. കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ കുറവ് മൂലമുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരമായെന്ന് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ. വ്യാഴാഴ്ച മുതൽ ആവശ്യമായ സേവനം ആശുപത്രിയിൽ ലഭ്യമാകും. ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തിന് പുനർക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും തങ്കമണി സുരേന്ദ്രൻ പറഞ്ഞു. കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പ്രശ്നങ്ങൾ ഏകദേശം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. നിലവിലുണ്ടായിരുന്ന ഡോക്ടർമാരുടെ സേവനം നമുക്ക് ഇടയ്ക്ക് ഇച്ചിരി പെൻഡിങ് ആയിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് DMOയുമായിട്ട് ബന്ധപ്പെടുകയും ഭരണസമിതി കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുണ്ട്. തീരുമാനമെടുത്ത് നാളെ മുതൽ കൃത്യമായിട്ടും നല്ല രീതിയിൽ എബിൻ ഡോക്ടർ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടറാണ്. ആ ഡോക്ടറുടെ സേവനം നാളെ മുതൽ കൃത്യമായിട്ടും ഉണ്ടായിരിക്കും. കൂടാതെ ഈവനിങ് OP യുടെ സേവനവും നാളെ മുതലല്ല ഇപ്പം നിലവിലുണ്ട്. അത് പഞ്ചായത്താണ് അതിൻ്റെ ക്രമീകരണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഭരണസമിതിയും കൂടി ചർച്ച ചെയ്തുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് DMOയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ക്രമീകരണങ്ങളും നാളെ മുതൽ കൃത്യതയോടുകൂടി ഉണ്ടായിരിക്കുന്നതാണെന്നാണ് പറയുവാനുള്ളത്. കല്ലാറുകുട്ടി റേഷൻ കട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കും വിധം കല്ലാറുകുട്ടി ജലാശയത്തിന് കുറുകെ ഇപ്പോൾ കടത്തുവെള്ളം ഉപയോഗിച്ച് ആളുകൾ അക്കരെ ഇക്കരെ എത്തുന്ന ഭാഗത്ത് തൂക്കുപാലം നിർമ്മിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തിയാർജിക്കുന്നു. ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിച്ചാൽ അത് കല്ലാറുകുട്ടിയുടെയും സമീപ മേഖലകളുടെയും വിനോദസഞ്ചാര സാധ്യതയ്ക്ക് വലിയ കരുത്താകുമെന്നാണ് വാദം. ഇതിനൊപ്പം നായ്ക്കുന്ന് മേഖലയിലെ ആളുകൾക്ക് കല്ലാറുകുട്ടിയിലേക്ക് സുഗമമായി എത്താനുള്ള യാത്രാ മാർഗവും ഒരുങ്ങും. കല്ലാറുകുട്ടി റേഷൻ കട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കും വിധം കല്ലാറുകുട്ടി ജലാശയത്തിന് കുറുകെ ഇപ്പോൾ കടത്തുവെള്ളം ഉപയോഗിച്ച ആളുകൾ അക്കരെ ഇക്കരെ എത്തുന്ന ഭാഗത്ത് തൂക്കുപാലം നിർമ്മിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യത്തിനാണ് വീണ്ടും ശക്തിയാർജിക്കുന്നത്. കുട്ടികളും പ്രായമായവരും സ്ത്രീകളുമൊക്കെ ജലാശയത്തിന് കുറുകെ യാത്ര ചെയ്യുന്നത് ഈ വള്ളത്തിൽ കയറിയാണ്. മഴക്കാലത്ത് യാത്ര കൂടുതൽ ക്ലേശകരമാകും. രാവിലെയും വൈകുന്നേരവും സ്കൂൾ കുട്ടികളടക്കം ഇങ്ങനെ യാത്ര ചെയ്യുന്നു. കാൽനട യാത്ര സാധ്യമാകും വിധം ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിച്ചാൽ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. കല്ലാറുകുട്ടി റേഷൻ കട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ കടത്തു ഭാഗത്ത് ഒരു നടപ്പാലം വേണം എന്ന നാട്ടുകാരുടെ ഒരു ആഗ്രഹത്തിനും ഒരു പരാതിക്കും 35 വർഷത്തിന് മേലിലുള്ള പഴക്കമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അക്കരയിൽ നിന്നും ആളുകൾ ഇക്കരെ വരാൻ വളരെയേറെ ബുദ്ധിമുട്ടുന്നു. പഞ്ചായത്ത് കടത്ത് മാത്രമാണ് ഏക ആശ്രയം. ഇവിടെ നിന്നും കല്ലാറുകുട്ടിക്ക് മറുകരയിൽ നിന്ന് പോകുന്ന ആളുകൾ 2.5 കിലോമീറ്റർ ചുറ്റിയാണ് കല്ലാറുകുട്ടിക്ക് എത്താൻ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒരു നടപ്പാലം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ എത്താവുന്ന ഒരു സാഹചര്യവുമുണ്ട്. 100 കണക്കിനായ കുട്ടികൾ ഈ കടത്തു കഴിഞ്ഞ് പോകുന്നു. ഒരു നടപ്പാലം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണങ്ങൾ എല്ലാ ആൾക്കാരും ലഭ്യമാകുന്നത് യാതൊരു സംശയവുമില്ല. അടിമാലിയും വെള്ളത്തൂരും കല്ലാറുകുട്ടിയിലും കത്തിപ്പാറയും ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കുട്ടികൾ കടന്നു പോകുന്നത് ഈ വഴിക്കാണ്. കല്ലാറുകുട്ടിയിലുള്ള ആരാധനാലയത്തിലേക്കും ആളുകൾ കടന്നു പോകുന്നത് ഈ വഴിക്കാണ്.
ഏകദേശം 150-ന് മുകളിലുള്ള കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ഇത്. അവർക്കെല്ലാം ആശ്രയിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഈ കടത്തുവള്ളം മാത്രമാണ് ഉള്ളത്. അതിനൊരു പരിപൂർണത വരുത്തുന്നതിന് വേണ്ടി, ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സുരക്ഷിതമായ ഒരു യാത്ര അവർക്ക് ഒരുക്കുന്നതിന് വേണ്ടി ഒരു നടപ്പാലം നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിച്ചാൽ അത് കല്ലാറുകുട്ടിയുടെയും സമീപ മേഖലകളുടെയും വിനോദസഞ്ചാര സാധ്യതയ്ക്കും കരുത്താകും. ഇഞ്ചത്തൊട്ടിയിലും കാഞ്ഞിരവേലിയിലും അയ്യപ്പൻകോവിലിലുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള പാലങ്ങളുടെ മാതൃകയിൽ കല്ലാറുകുട്ടി ജലാശയത്തിന് കുറുകെയും തൂക്കുപാലം നിർമ്മിക്കാനാകുമെന്നാണ് വാദം. ഇവിടെ ഒരു പാലം എന്താ പറഞ്ഞാലും നമുക്ക് വളരെ അത്യാവശ്യമാണ്. ആളുകൾക്ക് പള്ളിയിൽ പോകാനും കുട്ടികൾ സ്കൂളിൽ പോകാനും ഒക്കെ ആയിട്ട് വളരെ പേടിച്ചാണ് ഈ വള്ളത്തേലൊക്കെ കടന്ന് പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പാലം ഇവിടെ നിർമ്മിക്കണമെന്ന് ഞങ്ങളുടെയൊക്കെ ആവശ്യം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടും തുടർ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ 33 kV വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡിലെ മണ്ണ് മാറ്റിയതിനാൽ വൈദ്യുതി പോസ്റ്റ് മൺതിട്ടയിലാവുകയും പോസ്റ്റിന് ചുവട്ടിലെ മണ്ണിടിഞ്ഞ് ഏത് നിമിഷവും നിലം പൊത്താവുന്ന സ്ഥിതിയുമാണ്. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ടൗണിനോട് ചേർന്ന ഭാഗത്താണ് അപകടകരമായ രീതിയിൽ വൈദ്യുതി പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ വശങ്ങളിലെ മണ്ണ് നീക്കിയിരുന്നു. ഇതോടെ വൈദ്യുതി പോസ്റ്റ് മൺതിട്ടയിലായി. 33 kV വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന പോസ്റ്റിന്റെ ചുവട്ടിലെ മണ്ണ് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. മഴ പെയ്ത് കഴിയുമ്പോൾ മണ്ണ് മുഴുവൻ ഇടിഞ്ഞ് റോഡിലോട്ട് വരികയാണ്. അതിനവർ മണ്ണ് കോരിയിടുന്നു. കോരി ആ പോസ്റ്റ് ഇപ്പോൾ വളരെ റോഡിന് മുകളിലാണ് നിൽക്കുന്നത്. ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നത്. അതും 36 kV ലൈനാണ്. 3 പീസ് ഒന്നുമല്ല, 36 kV ലൈനാണ്. കോട്ടയത്ത് നിന്ന് വരുന്ന ഡയറക്റ്റ് ലൈനാണിത്. ഇത് വീണ് കഴിഞ്ഞാൽ വൻ അപകടമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. വലിയ ദുരന്തവുമാണ്. ഇതെല്ലാം മാന്തി വെച്ചിരിക്കുവാണ്. ഇവിടുത്തെ റോഡിൻ്റെ കയറ്റം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് എല്ലാം ഇപ്പോൾ റോഡിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. വൻ അപകടം ഉണ്ടാകുന്നു. അതിനെതിരെ ഒരു നടപടി ഉണ്ടാകണമെന്നാണ്. മണ്ണൊലിച്ചുപോയി വൈദ്യുതി പോസ്റ്റ് നിലംപതിച്ചാൽ വലിയ അപകടമാവും ഉണ്ടാകുക. അപകടാവസ്ഥയിലായിരിക്കുന്ന വൈദ്യുതി പോസ്റ്റിന് സമീപം മറ്റൊരു പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വൈദ്യുതി ലൈനുകൾ ഇതിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടില്ല. ഇതിന് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മാനേജ്മെന്റിന്റെയും PTA-യുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെറിറ്റ് ദിനാചരണവും വിദ്യാർത്ഥികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മെറിറ്റ് ദിനാചരണം മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ലാലു തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ പാഠ്യേതര മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങളാണ് സെന്റ് സേവിയേഴ്സ് സ്കൂൾ നടത്തുന്നത്. സ്കൂളിലെ 2023-24 അധ്യയന വർഷത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. മാനേജ്മെന്റിന്റെയും PTA-യുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെറിറ്റ് ദിനാചരണവും അനുമോദന യോഗവും സംഘടിപ്പിച്ചത്. ചടങ്ങിൽ 55 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഒപ്പം ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മെറിറ്റ് ദിനാചരണം മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ലാലു തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇനിയും കൂടുതൽ വിജയങ്ങൾ നേടുവാനുള്ള, കൂടുതൽ ഉയരെ എത്തിച്ചേരുവാനുള്ള ഒരു യാത്രയുടെ ചവിട്ടുപടികളാവട്ടെ ഈ വിജയമെന്ന് ഞാൻ നിങ്ങളെ ആശംസ അറിയിക്കാം. ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിജയം മറ്റ് സ്കൂളുകളുടെ വിജയത്തെക്കാൾ വിഭിന്നമാണ്. ഇതിന് അല്പം ഈ സ്കൂളിലെ കുട്ടികളുടെ വിജയത്തിന് മറ്റ് സ്കൂളുകളുടെ കുട്ടികളുടെ വിജയത്തെക്കാൾ മാറ്റം അല്പം കൂടുതലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്കൂളിലെ കുട്ടികൾ, ഈ നാട്ടിലെ കുട്ടികൾ ധാരാളം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ പഠനത്തിലെത്തുന്നത് എന്നുള്ളതാണ്. 2023-24 അധ്യയന വർഷത്തിൽ സയൻസ്, ഹോം സയൻസ് വിഷയങ്ങളിൽ 100% വിജയവും കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ 98% വിജയവും നേടുവാൻ സ്കൂളിന് സാധിച്ചു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തുടർച്ചയായി 3ാം തവണയാണ് സ്കൂൾ 1ാം സ്ഥാനം നിലനിർത്തുന്നത്. സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ചുനയമാക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ അധ്യാപകനും സാഹിത്യകാരനുമായ ഷാജി മാലിപ്പാറ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ജോയ് കെ ജോസ്, പ്രധാന അധ്യാപകൻ ബിജു വിജെ, PTA പ്രസിഡന്റ് മധു കടപ്ലാക്കൽ, അധ്യാപകനായ ജോബി തോമസ്,
രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തോട്ടം മേഖലയിലെ നിർധന കുരുന്നുകൾക്ക് പഠന സഹായമൊരുക്കി യുവമോർച്ച പീരുമേട് മണ്ഡലം കമ്മിറ്റി. തോട്ടം തൊഴിലാളികളുടെ കുട്ടികൾ പഠിക്കുന്ന വണ്ടിപ്പെരിയാർ ഡൈമുക്ക് ലൂർദറൻ LP സ്കൂളിലെ കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. BJP ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് C. സന്തോഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തേയിലത്തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ശമ്പള ലഭ്യതക്കുറവുകളടക്കമുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ ഡൈമുക്ക് ലൂർദറൻ LP സ്കൂളിലെ കുരുന്നുകൾക്ക് പഠന സഹായമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യുവമോർച്ച പീരുമേട് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത്. പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടന ചടങ്ങിൽ യുവമോർച്ച പീരുമേട് മണ്ഡലം ജനറൽ സെക്രട്ടറി സനീഷ് കോമ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് C. സന്തോഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഠിക്കുവാൻ സാധിക്കാതെ വരുന്ന തോട്ടം മേഖലയിലെ പിഞ്ചോമനകൾക്ക് ചെറിയ കൈത്താങ്ങുമായാണ് യുവമോർച്ച നിലവിലുള്ളത്. ലൂർദറൻ LP സ്കൂൾ ഹെഡ്മാസ്റ്റർ Y. സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. BJP ഡൈമുക്ക് ബൂത്ത് പ്രസിഡന്റ് N. രാജൻ, ന്യൂനപക്ഷ മോർച്ച ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് P. സൈമൺ, മറ്റ് നേതാക്കളായ P. മണികണ്ഠൻ, C. സുരേഷ്, അജേഷ് PS, തങ്കരാജ്, Y. ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര രോഗനിർണയവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ അന്ധതാ നിവാരണ അതോറിറ്റിയുടെയും അയ്യപ്പൻകോവിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചപ്പാത്തി യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര രോഗനിർണയവും സംഘടിപ്പിച്ചത്. ചപ്പാത്ത് SNDP ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വരുന്ന ഇതുപോലുള്ള ക്യാമ്പിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരാണ് ഒന്ന് മോഹൻ ചേട്ടനും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളും. നമ്മുടെ ഇവിടെ വരുന്ന ഈ പരിപാടി, അത് എന്ത് പരിപാടി വന്നാലും അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളാണ്. അവരുടെ എപ്പോൾ സഹകരണം കൊണ്ടാണ് ഇന്ന് ഇതുപോലെ ഇവിടെ നല്ല പരിപാടി. കാരണം രാവിലെ മുതലേ ഇവരിവിടെയുണ്ട്. ഈ ക്യാമ്പ് തീരുന്നത് വരെ ഇതിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഇതിനുവേണ്ടി എല്ലാ സഹായം ചെയ്യുന്നതിന് വേണ്ടി അവരുണ്ട്. പരിശോധനയിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ലഭ്യമായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗം വർഗീസ്, അയ്യപ്പൻകോവിൽ PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മേരി വർഗീസ്, ഇടുക്കി DMO തങ്കച്ചൻ ആന്റണി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചപ്പാത്തി യൂണിറ്റ് പ്രസിഡന്റ് EK വിജയൻ, സെക്രട്ടറി CJ സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു. സത്യജിത്രായി രാജ്യാന്തര ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ക്യാമ്പസ് ചിത്രമായി നിരാമയ എന്ന ഷോർട്ട് ഫിലിം തിരഞ്ഞെടുക്കപ്പെട്ടു. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ ചാന്ദിനി KS എന്ന ഹൈസ്കൂൾ അധ്യാപിക സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമാണ് നിരാമയ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. നാം എല്ലാവരും ഭാരതത്തിലെ പൗരന്മാരാണ്. സ്വാതന്ത്ര്യദിനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ബന്ധനങ്ങളിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടണമെങ്കിൽ നാം സഹനത്തിന്റെ പാത പിന്തുടരേണ്ടതാണ്. സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഷോർട്ട് ഫിലിം ഇതിനോടകം തന്നെ ഏറെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. 2021 പുറത്തിറങ്ങിയ നിരാമയ എന്ന ഷോർട്ട് ഫിലിമിലെ കഥാപാത്രങ്ങൾ മികച്ച രീതിയിലാണ് ഈ അധ്യാപിക അവതരിപ്പിച്ചിരിക്കുന്നത്. കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ നിർമ്മാണം. കഴിഞ്ഞ മെയ് മാസമാണ് സത്യജിത് റോയ് രാജ്യാന്തര ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് ചിത്രം അയച്ചു നൽകിയത്. തുടർന്ന് തിരുവനന്തപുരം AKG സെന്ററിൽ നടന്ന ചടങ്ങിൽ മികച്ച ക്യാമ്പസ് ഫിലിമായി നിരാമയെ തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് ഈ അധ്യാപിക പറയുന്നു. ഞാൻ ഈ ഷോർട്ട് ഫിലിം ചെയ്തത് ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപാണ്. ഞാൻ ഇതിനു മുൻപ് പഠിപ്പിച്ചിരുന്ന കല്ലാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. നമ്മുടെ കൊറോണയുടെയൊക്കെ ടൈമിലാണ് ഞങ്ങളിത് പ്ലാനിങ് ചെയ്ത് നടപ്പിലാക്കിയത്. അപ്പം സ്കൂളിലെ കുട്ടികളുടെയും സ്റ്റാഫുകളുടെയൊക്കെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലെ അറിയാലോ, കുട്ടികൾ പല പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു എക്സ്പോഷർ കിട്ടുക എന്നുള്ളൊരു ആശയവും കൂടി ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഒരു സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയൊരു ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയുള്ളൊരു മെസ്സേജും ഈ ഒരു ഫിലിമിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം കല്ലാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവാർഡിന് ഇവിടെ അങ്ങനൊരു കൺസെപ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ മെയ് മാസം ഇതുപോലെ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ
കീഴിൽ ഇതുപോലെ ഷോർട്ട് ഫിലിംസിനൊക്കെ അവാർഡ് ക്ഷണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് അയച്ചു നോക്കിയതാണ്. അപ്പോൾ അവർ ബെസ്റ്റ് ക്യാമ്പസ് ഫിലിമായിട്ട് ഇതിനെ നമ്മുടെ നിരാമയ എന്നുള്ള ഷോർട്ട് ഫിലിമിനെ സെലക്ട് ചെയ്തു. ത്രിഡി എന്ന പേരിലുള്ള മ്യൂസിക്കൽ ആൽബവും ഈ അധ്യാപിക സംവിധാനം ചെയ്തിട്ടുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ട ഷോർട്ട് ഫിലിം നിർമ്മിക്കുകയെന്നതാണ് തന്റെ അടുത്ത ലക്ഷ്യമെന്നും ചാന്ദിനി ടീച്ചർ പറയുന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. എവിടെയെങ്കിലും വെച്ച് കാർ നിർത്തിയ ശേഷം ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്ന് വാഹനം ഉരുണ്ടുപോയിട്ടുണ്ടോ? എങ്കിൽ ഇനി അത്തരത്തിലൊരു അബദ്ധം സംഭവിക്കാതിരിക്കാൻ ഒരു കണ്ടുപിടുത്തവുമായി എത്തിയിരിക്കുകയാണ് ദേവികുളം സബ് RTO ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ NK ദീപുവും വർക്ക്ഷോപ്പ് നടത്തിപ്പുകാരായ സാബുവും അംജിത്തും. ഇവരുടെ വ്യത്യസ്തമായ ഈ കണ്ടുപിടുത്തം ഒന്ന് കണ്ടുവരാം. വാഹനം ഹാൻഡ് ബ്രേക്ക് അഥവാ പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കാതെ ഡ്രൈവർ പുറത്തേക്കിറങ്ങിയാൽ സംഭവിക്കുക ഇതായിരിക്കും. വാഹനം തനിയെ മുൻപോട്ട് നീങ്ങി മറ്റപകടങ്ങൾ സംഭവിക്കാം. ഇത്തരത്തിൽ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട അപകടങ്ങളുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ദേവികുളം RTO ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ NK ദീപു പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കാതെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പ്രതിവിധി ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. നമ്മൾക്ക് ചില സാഹചര്യത്ത് നമ്മൾ ഓടിച്ചു വരുമ്പോൾ നമ്മുടെ മറവി കൊണ്ടോ നമ്മുടെ ധൃതി കൊണ്ടോ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളുടെ ഒക്കെ പ്രത്യേകത കൊണ്ടോ ഒക്കെ ചിലപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് മുകളിലേക്ക് വലിച്ച് പ്രവർത്തിപ്പിക്കാതെ ഇറങ്ങിപ്പോകാനിടയാൽ ഈ വാഹനം ഉരുണ്ടുപോയി അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം വളരെയേറെയാണ്. പ്രത്യേകിച്ച് ഇടുക്കിയുടെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് വാഹനങ്ങളെല്ലാം തന്നെ മിക്കവാറും വീടുകളുടെ ഫ്രണ്ടിൽ ഏതെങ്കിലും ചെരിഞ്ഞ സ്ഥലത്തോ അതിന്റെ പാർക്കിംഗ് സ്ഥലം തന്നെ ചെരിഞ്ഞതായിരിക്കും. ഇവിടെ നിന്നൊക്കെ വണ്ടി ഉരുണ്ടുപോയ ധാരാളം സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ മനസ്സിലൊരു ആശയം തോന്നിയത്. തുടർന്ന് അടിമാലിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ശ്രീലക്ഷ്മി വർക്ക്ഷോപ്പിലെ സാബുവിനെയും ഗ്രാൻഡ് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിലെ അംജിത്തിനെയും ഒപ്പം കൂട്ടി. പിന്നീട് ജോലി സമയത്തിന് ശേഷം രാത്രികളിലും മറ്റും ഇരുന്ന് നിർമ്മാണം നടത്തി. ആദ്യ പരീക്ഷണങ്ങൾ പാളിപ്പോയെങ്കിലും ഒരു ജീവന്റെ വിലയുള്ള ഈ ഉപകരണം തുച്ഛമായ വിലയ്ക്കാണ് നിർമ്മിച്ചത്. ദീപു സാർ കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ്. ദീപു സാറ് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളിത് ഇതിനെക്കുറിച്ച് പഠിച്ചു. ദീപു സാറ് ജോലി കഴിഞ്ഞ് വന്ന സമയങ്ങളിൽ ഞങ്ങൾ രാത്രികളിൽ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തു. 1-2 പ്രാവശ്യം ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ സക്സസ് ആയില്ല. ഞങ്ങൾ ഏതായാലും വിട്ടുകൊടുത്തില്ല. കാരണം ഇത് കണ്ടുപിടിച്ച് ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി പേർക്ക് ഉപകാരമാവും. കാരണം ഇഷ്ടം പോലെ ആൾക്കാർ ഹാൻഡ് ബ്രേക്ക് ഇടാണ്ട് വണ്ടി വർക്ക്ഷോപ്പുകളിൽ നിന്ന് ഇറങ്ങി പോവുകയും അല്ലെങ്കിൽ ഇറക്കപ്പുറത്ത് ഊർന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലൊരു കാര്യം ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് ഉപകാരമാവും ഞങ്ങൾക്ക് അറിയാവുന്നതിന്റെ പേരിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ആദ്യം 1-2 പ്രാവശ്യം ചെയ്തപ്പോൾ റെഡി ആയിട്ടില്ല. കഴിഞ്ഞ് വീണ്ടും ഞങ്ങളത് നോക്കി റെഡിയാക്കി. ഇങ്ങനൊരു ഫെസിലിറ്റി നിലവിലൊരു വണ്ടികളിലും നമ്മുടെ നാട്ടുകളിലൊന്നും ഇല്ല. വലിയ വണ്ടികളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എന്നാൽ ഇവിടെയൊന്നും ഇല്ല. സാബുവിന്റെ മാരുതി സുസുക്കി 800-ലായിരുന്നു ഗവേഷണം നടത്തിയത്. ഓടിച്ചു വരുന്ന വാഹനം വഴിയിൽ നിർത്തി പാർക്കിംഗ് ബ്രേക്ക് ഇടാതെ ഡ്രൈവർ വാതിൽ തുറന്നാൽ ഉടനെ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന അലാം ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കൂ എന്ന സന്ദേശം നൽകും. ഉടനെ പാർക്കിംഗ് ബ്രേക്ക് ഇടാൻ മറന്ന ഡ്രൈവർക്ക് ബ്രേക്ക് ഉപയോഗിക്കാനും അപകടം ഒഴിവാക്കാനും കഴിയും. ഒരു ജീവന്റെ വിലയുള്ള ഈ ഉപകരണം നിർമ്മിക്കാൻ തുച്ഛമായ തുകയെ ആവശ്യമായി വരുന്നുള്ളൂ. അതിനാൽ തന്നെ സർക്കാർ സംവിധാനമൊരുക്കി ചെറുതും വലുതുമായ മുഴുവൻ വാഹനങ്ങളിലും ഈ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് ഈ സംഘത്തിനുള്ളത്. അപകടങ്ങൾ ഒഴിവാക്കാനായി വാഹനത്തിൽ പുതിയ പരീക്ഷണങ്ങളുമായി സംഘം മുന്നേറുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദ കേരള കാർഡമം പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകെ രൂട്ട 170. വിൽപ്പനയ്ക്ക് വന്നത് 44,421. വിൽപ്പന നടന്നത് 41,893. കൂടിയ വില 3,096. ശരാശരി വില 2,384.
കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ, ഏലം കൂടിയ വില 2300, ഏലം ശരാശരി വില 1900. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 975, കൊക്കോ 130, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6615 രൂപ, വെള്ളി 91. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മാങ്കുളം 33 സമീപം ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. മൂന്നാർ പോലീസിന്റെ പിടിയിലായത് കൊല്ലപ്പെട്ട തങ്കച്ചന്റെ മകൻ ബിബിൻ പിതാവിനെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം പ്രതി തീവയ്ക്കുകയായിരുന്നുവെന്ന് പോലീസ്. വനപാലകർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ സരുൺ സജി ബോധിപ്പിച്ച പരാതി പിൻവലിച്ചത് ഭയന്നിട്ടാണെന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ മുൻപാകെ ഹാജരായ അഭിഭാഷകർ. കേസ് പിൻവലിച്ചത് സരുൺ സജി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രോസ് വിസ്താരം നടത്തുവാൻ അവസരം നൽകണമെന്ന് കമ്മീഷൻ മുമ്പാകെ അഭിഭാഷകർ ആവശ്യമുന്നയിച്ചതിന് പിന്നാലെ. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് ഓംബുഡ്സ്മാൻ ഹിയറിംഗ് നടത്തി. ഹിയറിംഗ് നടന്നത് ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ പ്രസിഡന്റും ഔദ്യോഗിക ജോലിക്കൊപ്പം തൊഴിലുറപ്പ് ജോലി ചെയ്തു എന്ന പരാതിയെ തുടർന്ന്. കാഞ്ചിയാർ പേഴിങ്കണ്ടം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. കഴിഞ്ഞ രാത്രിയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപക കൃഷിനാശം വരുത്തി. 30 വർഷം മുൻപ് നിർമ്മിച്ച ട്രെഞ്ചിന് നാശം സംഭവിച്ചതോടെയാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്ന പ്രദേശവാസികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.